അമേരിക്കൻ പ്രസിഡൻ്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹവുമായി ഇന്ന് ടെലഫോൺ സംഭാഷണം നടത്തിയിട്ടുണ്ട്. ആ ടെലഫോൺ സംഭാഷണത്തിൽ നടക്കുന്നതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ട്രംപ് അധികാരമേറ്റതിന് ശേഷം വന്നിട്ടുള്ള ചില വിവാദമായ ചില തീരുമാനങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ളതും അല്ലെങ്കിൽ ഏറ്റവും വിവാദമായിട്ടുള്ളത് കുടിയേറ്റക്കാരെ അമേരിക്കയിൽ നിന്ന് പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളാണ്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ചർച്ച അല്ലെങ്കിൽ ഇരു നേതാക്കളും തമ്മിലുള്ള ടെലഫോൺ സംഭാഷണം നടന്നത്. അതാണ് നമ്മുടെ ഇന്നത്തെ ഡിസ്കോഴ്സ്. ഹരിയത് ഇനിഷ്യേറ്റീവ്. സാറ് പറഞ്ഞ പോലെ തന്നെ ട്രംപും മോദിയായിട്ടുള്ളൊരു ഫോൺ കോൾ നടന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇപ്പോൾ പ്രത്യേകിച്ച് അമേരിക്കൻ പൊളിറ്റിക്സിൽ നടന്നു വരുന്ന സാഹചര്യങ്ങൾ ട്രംപിൻ്റെ അഗ്രസീവായിട്ടുള്ള പോളിസീസ്, ഇപ്പോൾ ഒരു മാസ് ഡിപ്പോർട്ടേഷൻ ഡ്രൈവ് തന്നെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതും ഇക്കാര്യത്തിൽ ഒരു ചർച്ചാ വിഷയമായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. ആ കോളിൻ്റെ വിശദാംശങ്ങൾ എന്തായിരുന്നു? ഇവർ തമ്മിൽ എന്തായിരിക്കും ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവുക? അതിൽ പ്രധാനമായിട്ടും 2-3 പോയിന്റുകളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഡിസ്കഷനിൽ ഉരുത്തിരിഞ്ഞു വന്നതെന്നാണ് നമ്മൾക്ക് കിട്ടുന്ന വിവരം. അപ്പോൾ അതൊന്ന്, ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം അതിനെ സംബന്ധിച്ച് പുറപ്പെടുവിച്ച ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ ഗാസ, ഉക്രൈൻ വിഷയങ്ങളടക്കമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻ്റർനാഷണൽ വിഷയങ്ങളാണ് ഇത് ചെയ്തത്. എന്നിട്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വളരെ ശക്തമായ ബന്ധം നിലനിർത്തും എന്നൊക്കെയുള്ള ഒരു കാര്യമാണ് നമ്മുടെ വിദേശകാര്യ വകുപ്പിൻ്റെ ഇതിൽ വന്നത്. പ്രധാനമന്ത്രി മോഡിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ എക്സിൽ വളരെ മൈ ഫ്രണ്ട് ട്രംപ് എന്നുള്ള നിലയിലാണ് അദ്ദേഹം ആ സംഭാഷണം നടന്നതെന്നുള്ള കാര്യവും ഒരു ഇതിൽ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയം നമ്മൾ അമേരിക്കൻ വൈറ്റ് ഹൗസിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കുമ്പോഴത്തേക്കാണ് അതിൽ കുറച്ചുകൂടെ ഇന്ത്യൻ സ്റ്റേറ്റ്മെൻറ്റിൽ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളൂടെ അതിൽ പറയുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഇന്ത്യ ഈ മൈഗ്രൻസിൻ്റെ കാര്യത്തിൽ, അത് ആ സ്റ്റേറ്റ്മെൻറ്റിലുള്ള മൈഗ്രൻസിൻ്റെ കാര്യത്തിൽ ഇന്ത്യ ശരിയായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് പ്രസിഡന്റ് ട്രംപ് വളരെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്തതുകൊണ്ട് പറഞ്ഞു. 2, ഇന്ത്യ നമ്മുടെ ഈ ട്രംപും വളരെ കഴിഞ്ഞ തവണ ട്രംപ് പ്രസിഡൻ്റായിരുന്ന സമയത്ത് തന്നെ ഇന്ത്യ അധികം വലിയ നികുതി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കും അമേരിക്കൻ സേവനങ്ങൾക്കും വലിയ നികുതി ചുമത്തുന്ന രാജ്യമാണ്. അത് ടാരിഫ് കിങ് എന്നാണ് ഇന്ത്യയെ ട്രംപ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ആ കാര്യത്തിലും വേണ്ട വിട്ടുവീഴ്ചകൾ ഇന്ത്യ ചെയ്യണം എന്നുള്ളതാണ് മറ്റ് പ്രധാന പോയിൻ്റ്. 3-മത്തെ പ്രധാന പോയിൻ്റ്, ഇന്ത്യ അമേരിക്കയിൽ നിന്നുള്ള ആയുധങ്ങൾ കൂടുതൽ അല്ലെങ്കിൽ സെക്യൂരിറ്റി എക്യുപ്മെൻറ്റ്സ് അമേരിക്കയിൽ നിന്ന് കൂടുതൽ മേടിക്കണം എന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങളുമാണ് ട്രംപ് പറഞ്ഞതെന്നുള്ളതാണ് നമുക്ക് വൈറ്റ് ഹൗസ് റെഡ് ഔട്ടിൽ നിന്ന് അല്ലെങ്കിൽ വൈറ്റ് ഹൗസ് അതിനെ സംബന്ധിച്ചുള്ള പ്രസ്താവനയിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഇത് 3ഉം നമ്മളെ സംബന്ധിച്ചിടത്തോളം ട്രംപിൻ്റെ പ്രഖ്യാപിത നയങ്ങളുമായിട്ട് വളരെ കൃത്യമായി ഒത്തുപോകുന്നതാണ്. ഇപ്പോൾ നമ്മൾ ആയുധത്തിൻ്റെ കാര്യം എടുക്കാം, അല്ലെങ്കിൽ അമേരിക്കൻ ഡിഫൻസ് ഇൻഡസ്ട്രിയുടെ ഒരു സംഭവം എടുക്കാം. ഇപ്പോൾ ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും അധികം ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഇന്ത്യയുടെ പ്രധാന ആയുധങ്ങളുടെ സോഴ്സായിട്ടുള്ള 2 രാജ്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് റഷ്യയും, പിന്നെ 2ാം സ്ഥാനം ഫ്രാൻസിനുമാണ്. 1ാം സ്ഥാനം റഷ്യയ്ക്കും 2ാം സ്ഥാനം ഫ്രാൻസിനുമാണ്. 3ാം സ്ഥാനമാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക്. ഇപ്പോൾ കഴിഞ്ഞ ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ അനുസരിച്ചിട്ട് അമേരിക്കയിൽ നിന്ന് നമ്മൾ $3.3 ബില്യൺ ആയുധങ്ങളാണ് മേടിക്കുന്നത്. അതിൻ്റെ അളവും അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അതിൻ്റെ സാമ്പത്തികമായ അതിൻ്റെ മൂല്യം കൂടുതൽ ഉയർത്തണമെന്നുള്ളതാണ് ട്രംപ് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം. 2ാമത്തെ കാര്യം, ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായി ട്രംപ് അധികാരമേറ്റതിന് ശേഷമുള്ള ഏറ്റവും വിവാദമായിട്ടുള്ള സാധനം ഈ കുടിയേറ്റക്കാരെ നിർബന്ധപൂർവ്വം പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇന്ത്യയിൽ അമേരിക്കക്കാരുടെ കുടിയേറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയ വിഷയം ഇതിൽ നടപ്പുണ്ട്. അപ്പോൾ അത് വളരെ ശക്തമായിട്ട് ട്രംപ് ഉന്നയിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഇതിനു മുമ്പ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജയശങ്കറും അമേരിക്കൻ പുതിയ വിദേശകാര്യ സെക്രട്ടറി മാർക്ക് റുബോയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഈ കാര്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്ന് ഇരുവരും പറഞ്ഞിട്ടുള്ളതുമാണ്, ഓപ്പണായിട്ട് പറഞ്ഞിട്ടുള്ളതുമാണ്. കാരണം ട്രംപിൻ്റെ സത്യപ്രതിജ്ഞാ വേളയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് വിദേശകാര്യ മന്ത്രി ജയശങ്കറായിരുന്നു. അപ്പോൾ അതിനുശേഷമുള്ള കൂടിക്കാഴ്ചയിൽ ഈ കാര്യം വളരെ വിശദമായി സംസാരിക്കുകയും അത് വേണ്ട നിലയിൽ കൈകാര്യം ചെയ്യുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ, ഇപ്പം കഴിഞ്ഞ വർഷത്തെ, അതായത് 2023-24 വർഷം 90,000 ഏതാണ്ട് 1 ലക്ഷത്തോളം
ഇല്ലീഗൽ ഇമിഗ്രൻസിനെയാണ്, ഇന്ത്യക്കാരായ ഇല്ലീഗൽ ഇമിഗ്രൻസിനെയാണ് അമേരിക്കൻ ഇതിനകത്തുനിന്ന് ഡിറ്റക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അവരെ ഇത് ചെയ്ത് വിടുന്നത്. അപ്പം ഇന്ത്യയിൽ നിന്നുള്ള ഇന്ത്യക്കാരായിട്ടുള്ള ഇല്ലീഗലായിട്ട് നിയമവിരുദ്ധമായിട്ട്, അതായത് മതിയായ ട്രാവൽ ഡോക്യുമെൻറ്റ്സ് ഇല്ലാതെ അമേരിക്കയ്ക്കകത്ത് പ്രവേശിക്കാനായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴുള്ള, അതായത് പ്യൂ റിസർച്ച് എന്ന് പറയുന്ന അമേരിക്കയിലെ വളരെ പ്രശസ്തമായ റിസർച്ച് സ്ഥാപനത്തിൻ്റെ ഒരു കണക്കനുസരിച്ചിട്ട് 7 ലക്ഷത്തോളം ഇന്ത്യക്കാർ പ്രോപ്പറായ ഡോക്യുമെൻറ്റ്സ് ഇല്ലാത്ത ഇന്ത്യക്കാർ അവിടെ ഉണ്ട്. അപ്പോൾ ആ 7 ലക്ഷത്തിൽ ഒരു പക്ഷേ നല്ലൊരു ശതമാനം നമ്മുടെ മറ്റേ ഈ ടെമ്പററി വിസ H1B വിസയുടെ ഹോൾഡേഴ്സ് ആയിരിക്കും. പക്ഷേ എന്തായാലും അവർ അൺഡോക്യുമെൻറ്റഡ് ആയിട്ടുള്ള ഒരു കാറ്റഗറി എന്നുള്ള നിലയിലാണ് വന്നിട്ടുള്ളത്. ഇല്ലീഗൽ മൈഗ്രൻസിനെ ഡിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു വോളിയം വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും ഒടുവിലത്തെ ഒരു കണക്ക് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് 20,000-ഓളം ഇന്ത്യക്കാരെ ഡീപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതയാണെന്നാണ്. അപ്പോൾ നമ്മുടെ വിദേശകാര്യ മന്ത്രി ജയശങ്കർ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കമൻറ്റ് പറഞ്ഞിരുന്നത്, അങ്ങനെ ഒരു പ്രത്യേക നമ്പറിലൊന്നും നമ്മളിപ്പം ചെന്ന്, അല്ലെങ്കിൽ അങ്ങനെ ഒരു നമ്പറിനെ കുറിച്ച് നമ്മൾ അധികം ഇത് ചെയ്യേണ്ട, കാരണം അത് ഒരുപാട് കാര്യങ്ങൾ അതിൽ പരിശോധിച്ചിട്ടായിരിക്കും ആ ഒരു സാധനം നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ നമ്പറിൻ്റെ കാര്യത്തിൽ നമ്മളിപ്പം അത്രയധികം വ്യാകുലപ്പെടേണ്ട എന്നുള്ളൊരു നിലയിലാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ എന്നാലും വരുന്ന ഇത് സംബന്ധിച്ചിട്ടുള്ള മീഡിയ അല്ലെങ്കിൽ പല അമേരിക്കൻ മാധ്യമങ്ങളിലും അല്ലാതെയുള്ള മാധ്യമങ്ങളിലും എല്ലാം കിട്ടുന്ന ഒരു വിവരം അനുസരിച്ചിട്ട് 20,000-ഓളം ഇന്ത്യക്കാർ അവിടെ നിന്ന് ഡീപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഡീപ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ സമൂഹത്തിന്, അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹത്തിന് വളരെയധികം എന്താ പറയുന്ന ആകാംക്ഷയും ഉത്കണ്ഠയും എല്ലാം തന്നെ ഉളവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വരുന്ന ഒരു ഇത്. ഇപ്പം കഴിഞ്ഞ ദിവസം വളരെ ഫേമസ് ആയിട്ട് വന്ന ഒരു അമേരിക്കയിൽ ഉള്ള ഈ H1B വിസയിൽ ഇപ്പോൾ അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ഒരു ആളുടെ കമൻറ്റ് വന്നതെന്ന് പറഞ്ഞാൽ, വി ഫീൽ ലൈക്ക് ദ ബോട്ട് പീപ്പിൾ എന്ന് പറഞ്ഞു. അതായത് അഭയാർത്ഥികളെ പോലെ ഉണ്ട്, ഈ ഇല്ലീഗൽ വല്ല ബോട്ടിൽ അവിടെ ചെന്ന് അഭയാർത്ഥികളായിട്ട് നിൽക്കുന്നത് പോലെയുള്ളൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. കാരണം ഇങ്ങേരിപ്പം 4-5 വർഷമായിട്ട് അവിടെ ജോലി ചെയ്യുകയാണ്, ഈ ഗ്രീൻ കാർഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ കുട്ടികൾ അവിടെയാണ് ജനിച്ചത്. അപ്പോൾ ഇവർക്കെല്ലാം തന്നെ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ അതിലൊരു അൺസർട്ടനിറ്റി ആണ് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു അഭയാർത്ഥികളുടെ അതേ അവസ്ഥയിലേക്ക് ഫീൽ ചെയ്യുന്നു എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ കാര്യമാണ് ഈ ടാരിഫ് എന്ന് പറയുന്നത്. അതും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ട്രംപിൻ്റെ ഏറ്റവും വലിയ ഒരു ഇൻസ്ട്രുമെൻ്റ് എന്നുള്ള നിലയിൽ അദ്ദേഹം ഈ താരിഫിനെ ഉപയോഗിക്കുമെന്നുള്ളത് വളരെ വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഏതെല്ലാം നിലയിലാണ് ഈ ടാരിഫിൻ്റെ കാര്യത്തിൽ വരുന്നത്, ഇപ്പം ട്രംപ് ഏറ്റവും ഉദാഹരണമായിട്ട് പറഞ്ഞ ഒരു കാര്യം നമ്മുടെ ഹാർലി ഡേവിഡ്സൺ ബൈക്കിനാണ്. ഹാർലി ഡേവിഡ്സൺ ബൈക്കിന് ഇന്ത്യയിലുണ്ടായിരുന്ന റേറ്റ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് അവർക്ക് ഇവിടെ ഇത് ചെയ്യാൻ പറ്റാതെ അവർ ഇവിടെ നിന്നുള്ള മാനുഫാക്ചറിങ് നിർത്തി അവർ പോകേണ്ടുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അത് ഇനി അനുവദിക്കാൻ പറ്റില്ല. അപ്പോൾ ഏതൊക്കെ ഉൽപ്പന്നങ്ങളാണ് അമേരിക്ക ഇവിടെ കൊണ്ടുവന്ന് ഇത് ചെയ്യാൻ പോകുന്നത്, അത് എനിക്ക് തോന്നുന്നു കൂടുതൽ നിലയിലേക്ക് വരുന്ന ദിവസങ്ങളിൽ അതിനെക്കുറിച്ചിട്ടുള്ള ഇതും വരും. പിന്നെ അപ്പോൾ അതാണ് നമുക്കിപ്പോൾ പറയാനുള്ള ഒരു കാര്യം. ഇപ്പോൾ ഇന്ത്യയുടെ കാര്യത്തിനൊപ്പം തന്നെ നമ്മൾ സംസാരിക്കേണ്ട വേറൊരു കാര്യം കൂടെ കൊളംബിയയിൽ ഉണ്ടായിട്ടുള്ള ഒരു അഡ്വാൻസ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഡിപ്പോർട്ടേഷൻ കുറച്ച് നാളായിട്ട് ഈ മാസ് ഡിപ്പോർട്ടേഷൻ ഡ്രൈവിൻ്റെ ഭാഗമായിട്ട് ട്രംപ് വന്നതിന് ശേഷമുള്ള കൊളംബിയയിലും മറ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും ഇത് നടന്നു വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് കൊളംബിയ അതിനെതിരെ പ്രതികരിക്കുന്ന ഒരു സർക്കംസ്റ്റൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് കൊളംബിയയെ നയിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ ഈ ഡിപ്പോർട്ടേഷൻ എന്ന് പറഞ്ഞ് ഇവർ കൊണ്ടുവന്ന നടപടി എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ അത് അങ്ങേയറ്റം റേസിസവും അല്ലെങ്കിൽ ആ നിലയിലുള്ള ഒരു സാധനം പുലർത്തുന്നതായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ബ്രസീലിൽ അവർ കൊണ്ടുപോയത് 82 പേര്, ബ്രസീലിയൻ ഡീപ്പോർട്ടീസ് അല്ലെങ്കിൽ പുറത്താക്കുന്നവർ 82 പേര് ഒരു സൈനിക വിമാനത്തിനകത്ത് കയ്യിലും കാലിലും ചങ്ങല ഇട്ടിട്ടാണ് ഇവരെ കൊണ്ടുപോയതെന്നാണ്. എന്നിട്ട് ബ്രസീലിലെ ഏതൊരു എയർപോർട്ടിൽ ഇവരെ ഇറക്കിയായിരുന്നു. പിന്നെ അവിടെ നിന്ന് ബ്രസീൽ ഗവൺമെൻറ് എടുത്ത് ഒരു ഫ്ലൈറ്റിലാണ് ഇവരെ ഇത് കൊണ്ടുപോയത്. അപ്പോൾ ഇതിനു മുമ്പ് മെക്സിക്കോയിലേക്ക് ഇതേപോലെ ഒരു സൈനിക വിമാനത്തിനകത്ത് ഇവരെ കുടിയേറ്റക്കാരെ, ഇല്ലീഗൽ അല്ലെങ്കിൽ നിയമവിരുദ്ധമായ കുടിയേറ്റക്കാരെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ മെക്സിക്കോ പറഞ്ഞ സൈനിക വിമാനത്തിന് ഇറങ്ങാൻ ഞങ്ങൾ അനുമതി കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് കൊളംബിയയിൽ സംഭവിച്ചത്. കൊളംബിയയിൽ ആദ്യം ഇതുപോലെ കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞ് ഇറങ്ങാൻ അനുമതി കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ കൊളംബിയക്കെതിരെ ഈ ടാരിഫ് ഉടനെ തന്നെ ഇതെടുക്കുമെന്ന് പറയുന്നത്. അപ്പോൾ അത് ഇതായപ്പോഴത്തേക്കാണ് ഇവർ പറഞ്ഞത്, നിങ്ങൾ ഈ സൈനിക വിമാനത്തിൽ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവർ ഇല്ലീഗലായാലും എന്തായാലും ബേസിക്കായ ഹ്യൂമൻ ഡിഗ്നിറ്റി ഇവർക്ക് കൊടുക്കണം. അവരെ നിങ്ങൾക്ക് ഇതുപോലെ സൈനിക വിമാനത്തിനകത്ത് കൈയും കാലും വിലങ്ങ് വെച്ചും കൊണ്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവരെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ഫ്ലൈറ്റ് അയച്ചു കൊടുക്കാം.
ഞങ്ങളുടെ വിമാനം അയച്ചു കൊടുക്കാം. അങ്ങനെ ഉള്ളൊരു നിലയിലാണ് ഇപ്പം ആ ഒരു കോൺഫ്രണ്ടേഷൻ ഒരു ഇതിലേക്ക് എത്തിയത്. അപ്പോൾ ഇത് ഏത് തരത്തിലുള്ള ഒരു സംവിധാനമാണ് ഇവിടെ നിലനിൽക്കുന്നതെന്നുള്ളതിന്, അല്ലെങ്കിൽ ട്രംപിസത്തിനെ കുറിച്ചിട്ടുള്ള എല്ലാ നിഷേധ വശങ്ങളെയും ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ സംഭവിച്ചത്. എന്ന് മാത്രമല്ല, ട്രംപിൻ്റെ മകൻ ഇന്നലെ വന്ന് വലിയ അദ്ദേഹത്തിൻ്റെ എക്സ് പേജിൽ കുറിച്ചത് വളരെ ഇതായിട്ടുള്ള, അവസാനം അത് ഡിലീറ്റ് ചെയ്തെന്നാണ് പറയുന്നത്. പക്ഷേ അത് ചിലർ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ട്. ഇതൊരു എന്താ പറയുന്നത്, ഒരു സൂചന മാത്രമാണ്. ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുമെന്നുള്ള ഒരു ലൈനിലാണ്. അതായത് ഈ ഞങ്ങൾ പറയുന്നത് അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ താരിഫ് മാത്രമല്ല, അല്ലാത്ത നടപടികൾക്ക് ഞങ്ങൾക്ക് കഴിവുണ്ട്, ഞങ്ങളത് ചെയ്യുകയും ചെയ്യും എന്നുള്ള ഒരു നിലയിലുള്ള ഒരു ഓപ്പൺ ത്രെട്ടാണ് ഒന്നുകിൽ ആ ഒരു നിലയിലുള്ള. അപ്പോൾ ഇത് ട്രംപിസം, നമ്മൾ നേരത്തെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ട്രംപിൻ്റെ വരവിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു ഓക്സ്ഫോർഡ് ഹിസ്റ്റോറിയൻ പറഞ്ഞു ട്രംപ് വളരെ പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള ചില നടപടികൾ സ്വീകരിക്കാനായിരിക്കും സാധ്യത എന്ന് പറഞ്ഞു. പക്ഷെ അത്തരം പ്രതീക്ഷകളെ മുഴുവൻ അസ്ഥാനത്താക്കുന്ന നിലയിലുള്ള ഒരു സമീപനമാണ് ഈ ഇല്ലീഗൽ മൈഗ്രൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇല്ലീഗൽ മൈഗ്രൻസ് എന്ന് അവരാരോപിക്കുന്ന ഒരാൾക്കാരോട് ഒരു സമീപിക്കുന്നത്. അവരിപ്പോൾ ഇല്ലീഗലാണെന്ന് പറഞ്ഞാൽ അവരൊരു ക്രിമിനൽ ഒഫൻസിൻ്റെ ഒരു കുറ്റവാളികളുമല്ല. അവരൊരു രാജ്യത്ത് വന്ന് പ്രവേശിച്ചു എന്നുള്ളതിൻ്റെ ഒരു സാധനം. കാരണം അത് വളരെ കാലമായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് വന്ന ഇവരെ ഇതുപോലെ കയ്യിലും കാലിലും വിലങ്ങ് വെച്ചിട്ട് നിങ്ങൾ ഡീപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ബ്രസീലിലേക്ക് അയച്ചതിൽ ഓട്ടിസം ബാധിച്ച ചില കുട്ടികൾ പോലും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അവരുടെ ഇതിനകത്ത്. അതും മണിക്കൂറുകളോളം എയർ കണ്ടീഷനിങ്ങിന് പോലും ഇല്ലാത്ത ഒരു ഫ്ലൈറ്റിനകത്ത് ഇവർക്ക് കുടിവെള്ളവും പോലും ഇല്ലാതെയാണ് അവർ അതിനകത്ത് ഇരിക്കേണ്ടി വന്നതെന്നുള്ളതും പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് ഈ എന്താ പറയുന്ന ഒരു വളരെ അഗ്രസീവായിട്ടുള്ള ഒരു വലിയ വംശീയതയുടെയും അങ്ങനെയുള്ള ഒരു സാധനത്തിൻ്റെയും ബാക്കി ജനങ്ങൾ മുഴുവൻ തന്നെയും ഇൻഡിസ്പെൻസിബിളാണ്, നമുക്ക് വലിച്ചെറിയാൻ പറ്റുന്ന ഒരു ജനങ്ങളാണ് എന്ന് പറയുന്ന ഒരു ബോധത്തിൻ്റെ ഭാഗമായിട്ട് വേണം കണക്കാക്കാനുള്ളത്. ഇതിനോടനുബന്ധിച്ച് വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഈ അടുത്ത വായിച്ചൊരു ഫേസ്ബുക്ക് കുറിപ്പിൽ കണ്ടതാണ്. അപ്പോൾ അതായത് ചില ആൾക്കാർക്കൊരു സ്വഭാവമുണ്ട്, അതായത് ഒരു ബസ് കയറി കഴിഞ്ഞാൽ അവരുടെ സ്റ്റോപ്പ് എത്താതെ ആ ബസ് നിൽക്കരുത്, അതായത് മറ്റുള്ളവരുടെ സ്റ്റോപ്പിലും നിൽക്കരുത്, നമ്മുടെ സ്റ്റോപ്പിലും മാത്രമേ നിൽക്കാൻ പാടുള്ളൂ. ഇതിന് ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞെന്താ വെച്ചപ്പോൾ, ട്രംപിൻ്റെ അച്ഛൻ്റെ അച്ഛൻ ഒരു ജർമ്മൻ ഇമിഗ്രൻ്റ് ആയിരുന്നു, അതേപോലെ ട്രംപിൻ്റെ അമ്മ ഒരു സ്കോട്ടിഷ് ഇമിഗ്രൻ്റ് ആയിരുന്നു. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ട്രംപിൻ്റെ ഫോർ ജനറേഷനൊക്കെ മുന്നേയുള്ള ജനറേഷനൊക്കെ ഇമിഗ്രൻസ് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ അതാണ് ആ ഒരു എക്സാമ്പിളിൽ ഒരു പ്രസക്തി. പക്ഷെ ആ ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ ഈ കാലത്ത് നടക്കുന്ന ഒരു മൈഗ്രേഷൻ പോലെയല്ല ഈ ട്രംപ് നടത്തിയിട്ടുള്ളോ അല്ലെങ്കിൽ ട്രംപിൻ്റെ മുന്നിലുള്ള ജനറേഷൻ നടത്തിയിട്ടുള്ള ഒരു മൈഗ്രേഷൻ. അതിനൊരു കൊളോണിയലിസത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ പല ഡിസ്കോഴ്സുകളും നോക്കിയാൽ നമുക്ക് പലതുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ സംസാരിച്ച മറ്റേ ടേക്കേഴ്സ് നോട്ട് മേക്കേഴ്സ് എന്നുള്ളതൊക്കെ നമുക്കിവിടെ റിലേറ്റ് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഇതിനെ എങ്ങനെയാണ് സാർ കാണുന്നത്? അല്ലെങ്കിൽ ഇതിൽ നമ്മൾ വളരെ നമ്മുടെ എല്ലാ ഡിസ്കോഴ്സിലും അല്ലെങ്കിൽ നമ്മുടെ പൊതുബോധത്തിൽ പൊതുവേ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അമേരിക്ക ഈസ് ദ കൺട്രി ഓഫ്, അല്ലെങ്കിൽ ലാൻഡ് ഓഫ് ഇമിഗ്രൻസ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അങ്ങനെ കുടിയേറ്റക്കാരാണ് അമേരിക്ക ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ അമേരിക്ക ഇതാണ്. പക്ഷേ ഇത് ഭാഗികമായ ഒരു സത്യം മാത്രമാണ്. അമേരിക്ക എന്ന് പറയുന്നത് ഒരു വലിയ കടന്നുകയറ്റത്തിൻ്റെ ഒരു ഇതുകൂടെയാണ്. അതായത് സ്പാനിഷ് കൊളോണിയലിസം മുതൽ ഇങ്ങ് ബ്രിട്ടീഷ് കൊളോണിയലിസവും ഫ്രഞ്ച് കൊളോണിയലിസവും എല്ലാമാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ നെറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ 90% അവിടുത്തെ തദ്ദേശീയവാസികളെ എക്സ്റ്റർമിനേറ്റ് ചെയ്തതാണ്, ഉന്മൂലനം ചെയ്തിട്ടാണ് ഈ പറയുന്ന ഈ അമേരിക്ക ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇന്നിപ്പം വരുന്ന അല്ലെങ്കിൽ ചരിത്ര പഠനങ്ങളിൽ വളരെ ഇതായിട്ട് വരുന്ന സെറ്റിലർ കൊളോണിയലിസം എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്ത്, ഇപ്പോൾ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ കൊളോണിയലിസം, ഒരു ഏലിയൻ ഒരു ബ്രിട്ടീഷ് ഭരണാധികാരികൾ വന്ന് ഇവിടെ വന്ന് ഭരിച്ചു എന്നിട്ട് അങ്ങനെയുള്ളതല്ല. അമേരിക്ക, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, കാനഡ ഇവിടെ എല്ലാം നടന്നത് ഇവിടെ നിന്നിട്ട് ചെറിയ ന്യൂനപക്ഷമൊന്നും ഭരിക്കുകയായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന തദ്ദേശീയരായ ജനങ്ങളെ മുഴുവൻ തന്നെയും ഉന്മൂലനം ചെയ്തതിന് ശേഷം ആ സ്ഥലങ്ങളിൽ സ്വന്തം സ്ഥലമാണെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചും കൊണ്ടുള്ള ഒരു സംഭവം വന്നു. അതാണ് സെറ്റിലർ കൊളോണിയലിസം എന്ന് അതിനെ പറയുന്നത്. അപ്പോൾ ഈ സെറ്റിലർ കൊളോണിയലിസത്തിൻ്റെ ഒരു അടിസ്ഥാന സ്വഭാവമാണ് അതിൻ്റെ കയ്യേറ്റത്തിൻ്റെ ഒരു സ്വഭാവം. അതിൻ്റെ ഒരു പുതിയ ഫോമാണ് ഇപ്പോൾ ഈ ട്രംപിസത്തിലൂടെ എനിക്ക് തോന്നുന്നത് പ്രകടമാകുന്നത്. ആ കാര്യം പറയാതെ നമുക്ക് ഈ ഒരു
എന്താ പറയുന്ന എന്താണ് ഒരു അമേരിക്ക ഒരു കൺട്രി ഓഫ് ഇമിഗ്രൻസ് ആണ്. ഇമിഗ്രൻസിൻ്റെ അത് ആ നിലയിൽ പറയാൻ പറ്റില്ല. സെറ്റിലർ കൊളോണിയലിസം എന്ന് പറയുന്നത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ചരിത്രത്തിലെ ഒരു സംഭവമാണെന്നും ആ സെറ്റിലർ കൊളോണിയലിസം ഉണ്ടാക്കിയിട്ടുള്ള പലതരത്തിലുള്ള എലിമെൻറ്റുകളുണ്ട്. വംശീയത അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. ആ വംശീയതയുണ്ട്. പിന്നെ മറ്റുള്ളവരുടെ സാധനം നമുക്ക് വേണ്ടി ഉള്ളതാണെന്നുള്ളത് എന്നുള്ള ഒരു വലിയ മറ്റവരുടെ ഒരു സാധനം പിടിച്ചു പറ്റാനുള്ള ഒരു സാധനം നമ്മുടെ അവകാശപ്പെട്ടതാണ്, നമുക്ക് ജന്മസിദ്ധമായ ഒരു അവകാശമാണ് എന്ന് പറയുന്ന ഒരു ബോധം ഇതിനകത്തൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത് അമേരിക്ക ഈ നിൽക്കുന്ന അമേരിക്കയല്ല, അയാൾ ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. മെക്സിക്കോയെ നമ്മൾ കേട്ടെടുക്കാം, കാനഡയെ നമ്മൾ കേട്ടെടുക്കാം, ഗ്രീൻലാൻഡ് നമ്മൾ കേട്ടെടുക്കാം, അതേപോലെ ഗൾഫ് ഓഫ് മെക്സിക്കോ, ഗൾഫ് ഓഫ് അമേരിക്ക എന്ന് പറയുന്ന റീനെയിം ചെയ്യുന്ന ഒരു സാധനം ഇത് ചെയ്യാം. അപ്പോൾ ഇപ്പം വലിയ ഒരു മറ്റേ അവരുടെ ഒരു പ്രൊട്ടസ്റ്റിൻ്റെ ഒരു നല്ല ടീഷർട്ട് വന്നിട്ടുണ്ടല്ലോ. അവരിങ്ങനെ വന്നിട്ട് അവർ അതായത് അമേരിക്കയിലെ ആദിമ നിവാസികളുടെ ഇതുള്ള മുഖഭാവമുള്ള ആൾക്കാരുടെ ഇത് കാണിച്ചിട്ട് നിങ്ങളുടെ ഗ്രാൻഡ് ഫാദറോ ഗ്രാൻഡ് മദറോ അല്ലെങ്കിൽ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറോ ഗ്രേറ്റ് ഗ്രാൻഡ് മദറോ ഈ ഫീച്ചേഴ്സ് ഉള്ളവരല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തു പോകണമെന്ന് പറയുന്ന നിലയിലുള്ള ഒരു സാധനം വരുന്നുണ്ട്. അപ്പം ഇത് വലിയ ഒരു നിലയിൽ ഉള്ള ഈ എന്താ പറയുന്ന ഒരു പക്ഷേ ഒരു ഡിഫൈനിങ് മൊമെൻ്റ് ഓഫ് ഹിസ്റ്ററിയാണ് അമേരിക്കയുടെ ചരിത്രത്തിൽ ഇതുള്ളത്. ഒരു ഡിഫൈനിങ് മൊമെൻ്റാണ് ഇത്. ഏത് നിലയിലെല്ലാമാണ് ഇതിൻ്റെ ഫർദർ ഇംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ ട്രംപിൻ്റെ ഈ ഡിപ്പോർട്ടേഷൻ എന്ന് പറയുന്ന ഈ നിലയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം തന്നെ ഗുരുതരമായ സാമ്പത്തിക പ്രശ്നങ്ങൾ പോലും ഉണ്ടാക്കുമെന്നുള്ള ഭയപ്പാടുകളുണ്ട്, അല്ലെങ്കിൽ ആശങ്കകളുണ്ട്. കാരണം ഈ മൈഗ്രൻ്റ് വർക്കേഴ്സ് വളരെ കാലമായിട്ട് അമേരിക്കൻ എക്കോണമിയിലേക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം തന്നെയും ഈ വിഷയമാവും ഈ വരുന്ന ദിവസങ്ങളിൽ.